ഹായ്, ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ക്രോക്കറ്റ്സ് ആണ്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് വേവിച്ചാണ്. വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടറും അതോടൊപ്പം തന്നെ ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയതും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, കളർ മാറേണ്ട കാര്യമില്ല, ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ഒട്ടും കുറഞ്ഞു പോകരുത്. ഞാനത് നിറയെ ആ സ്പൂണിൽ നിറയെ ചേർത്തിട്ടുണ്ട്. മൈദ ചേർക്കുന്നതുകൊണ്ടാണ് ഈ കൂട്ട് കട്ടിയായി കിട്ടുന്നത്. ഇനി ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നോർമൽ പാക്കറ്റ് പാലാണ് ചേർത്തത്. 2 കപ്പ് ചേർത്ത് കൊടുക്കുക. 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. മൈദ ചേർത്തുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കുറുകി കിട്ടും. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഒരു ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയതും നമ്മൾ നേരത്തെ വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കനും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഇട്ടതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക. ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും ഈ ഒരളവിന് ഓരോ ടേബിൾ സ്പൂൺ വീതം കണക്കായിരിക്കും. ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും. വേവിച്ച സ്വീറ്റ് കോൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് കറക്റ്റ് ചെയ്യുക. പിന്നീട് ഉപ്പ് ചേർത്താൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പ് കറക്റ്റ് ചെയ്യുക. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകം വരെ കുറുക്കിയെടുക്കുക. ഇനി അതൊരൽപ്പം തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എത്രത്തോളം സമയം ഫ്രിഡ്ജിൽ വെക്കാവോ അത്രയും നല്ലതായിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് ഷേപ്പ് ചെയ്യാൻ കൂടുതൽ ഈസി ആയിട്ട് കിട്ടുക. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചെറിയ ചെറിയ ബോളെടുത്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാനിവിടെ സിലിണ്ടർ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോൾ ഷേപ്പിലോ കട്ട്ലേറ്റ് ഷേപ്പിലോ ഒക്കെ ആക്കിയെടുക്കാം. മുഴുവൻ മാവും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി മൈദ കുറഞ്ഞു പോയോ വേറെ എന്തെങ്കിലും കാരണങ്ങളോ കൊണ്ട് നിങ്ങൾക്കത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് റോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി അത് നമുക്ക് മുട്ടയിലൊക്കെ മുക്കിയെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് പൊടിഞ്ഞു പോരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടി എടുത്ത് വെക്കുക. ഇനി ഓരോ ക്രോക്കറ്റ് വീതം എടുത്ത് ആദ്യം ഒന്ന് മൈദയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ടത് നേരെ മുട്ടയിലേക്കിടുക. ഇനി മുട്ടയിലൊന്ന് നല്ലപോലെ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചെയ്ത് മുഴുവനും മാറ്റി വെക്കുക. നമ്മൾ ആദ്യം റോൾ ചെയ്തത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഈ മുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി മുഴുവനും ചെയ്തെടുക്കുക. ഒരു പണിയില്ല, ഒരുപാട് പരത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് നേരത്തെ ആക്കി വെക്കണമെന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായാൽ മാത്രമേ റോൾ ചെയ്യാൻ പറ്റുള്ളൂ. തലേന്നൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് നിരത്തി വെച്ച് മുകളിലൊരു ടിഷ്യൂ പേപ്പർ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഫ്രീസ് ചെയ്യാം. ഫ്രിഡ്ജിലാണെങ്കിൽ 2-3 ദിവസം മാക്സിമം വെക്കാൻ പറ്റുള്ളൂ. ഇനി ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം കുറച്ചേ പൊരിക്കുന്നുള്ളൂ. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് ഓയിലായാലും മതി.
അതിലേക്ക് 2-3 ക്രോക്കറ്റ്സ് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഉള്ളൊക്കെ വെന്തത് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അതെടുത്തൊരു ടിഷ്യൂലേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.